ഇത് രാജാപ്പാർട്ടാ തരി ഓവർ സ്മാർട്ടാ ഈ കൊട്ടാരത്തിൽ തോമസ് ആൽവാ എഡിസൺ നോമാണ് ഇത് മൊത്തം വീമ്പാ വെറും ഓലപ്പാമ്പ പള്ളി അത്താഴത്തിന് അന്തപുരത്തിൽ കുക്കിംഗ് ഗ്യാസ് തീർന്നേ അഭിനവ മൈക്കൽ ജാക്സണി കൊട്ടാര നടന കോകിലം ഞാൻ പഴഞ്ചൻ മട്ടുപ്പ വേസി മോളാക്കണം ഇനിയട ഫാഷൻ ആസ്ഥാന മിസ് വേൾഡ് ആണ് ഞാൻ കറിയൊപ്പം മുളകായി ചേരും നമ്മിൽ ചിരിമഴ പൊഴിയണ കടുകുമണി നീ പോകുമ്പോഴേ ഇവിടുത്തെക്കോളം നല്ല ബർഗർ അവിടെ കിട്ടുമല്ലോ. വായി നിറക്കിയിട്ട് പറ. എന്താ ഇത്? എന്താ ചോദിച്ചേ? അതായത് അമ്മേ, നമ്മൾ UK പോകുമ്പോഴേ ഇവിടത്തെക്കാളും നല്ല ബർഗർ അവിടെ കിട്ടുമോന്ന്. ഓ, കിട്ടിയില്ലെങ്കിലോ? അവിടത്തെക്കാളും നല്ല ബർഗർ ഇവിടെ കിട്ടുമ്പോൾ ഞാൻ ഇന്ന് തന്നെ പറഞ്ഞ UK വരണം, ഇന്ത്യയിൽ നിന്നപ്പോഴേ. ശരി, അപ്പൊ ബർഗർ ഇല്ലെങ്കിൽ നീ വരില്ല. ആ അതെ, പിന്നില്ലാതെ ആരാ എൻ്റെ UK മോനെ കേശുട്ടാ, അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം വിദേശത്ത് പോയി ജോലി ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കണമെന്ന്. ഇവിടത്തേക്കാൾ 10 ഇരട്ടി കാശ് അവിടെ കിട്ടണ ജോലി ചെയ്താല്. അമ്മ എന്തിനാ ഈ കടം മേടിച്ചും വീട് വിറ്റൊക്കെ അങ്ങോട്ട് പോണേന്നറിയോ? പുതിയ കാറ് മേടിക്കണം, വീട് വയ്ക്കണം. പിന്നെ വേറൊരു ആഗ്രഹം കൂടിയുണ്ട്. എൻ്റെ കേശുട്ടനെ ഒരു ബർഗർ കച്ചവടക്കാരൻ്റെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ധന്യമായ എൻ്റെ ജീവിതം. നീ ഇങ്ങനെ പോയാൽ ധന്യം മാത്രല്ല മേരിയുമാകും. എന്താ? എന്നാ പിന്നെ കടം വാങ്ങാതെ വീട് വെക്കാതെ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഇരുന്നോ പോരാ? ഓ എടാ പൊട്ടാ, എന്തുവാ ഇവിടെ അവിടെ തമ്മിൽ ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ട്. അതെനിക്കറിയാം. അതെന്താ? ഇവിടെ രാത്രിയാകുമ്പോൾ പകലാവും. ആണല്ലോ, അതുപോലുള്ള വ്യത്യാസവും അവിടെ ഉണ്ട്. അവിടുത്തെ പാവപ്പെട്ടവർക്ക് പിച്ചക്കാർക്ക് വരെ വീടും കാറൊക്കെയാ. ആഹാ, അന്ന് ഒരു കാര്യം ഉറപ്പായി. അങ്ങനെയെങ്കിലും നമ്മുടെ അച്ഛൻ പുതിയ കാർ മേടിക്കുമല്ലോ. അയ്യടാ, വേറൊന്നും വേണ്ട ഇനി അവന്. എന്താണ് തപ്പുന്നേ? ചപ്പാത്തി. ഇത്ര നേരം കഴിച്ചത് ചപ്പാത്തി അല്ലേ? ആ മതി, പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ഓടാ അങ്ങോട്ട്. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വരാം. ചേട്ടാ, ഇതൊന്ന് നോക്കണം. തിരക്കാണേ, ഭയങ്കര തിരക്ക്. എന്തിനായ? അതിനെന്തോ കംപ്ലൈന്റ്. കുഴപ്പമില്ല. ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടത്. ആ സ്വിച്ച് ഇട്ടപ്പം ചുവന്ന ലൈറ്റ് കത്തണം. അത് നേരത്തെയും കത്തുന്നുണ്ടായിരുന്നു. ആ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഈ നൂറ്റാണ്ടിലൊന്നും പഠിച്ച് തീരുമോ? ഒരുമാതിരി കൂറ ഡോക്ടറെ അടുത്ത് സംസാരിക്കുമ്പോൾ എല്ലാം സംസാരിക്കരുത്. പല പനിയൊക്കെ ചെല്ലുമ്പോൾ കുറെ പാരസെറ്റമോൾ എടുത്ത് തരും. അതുപോലെയാണ് ഇത്. ഈ റേഡിയോ ഒക്കെ എന്തായാലും പാരസെറ്റമോൾ വേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. കണാപ്പി, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. ഇതാണ്ടേ, എന്താണെന്നറിയാമോ? ഇതാണ് ബോർഡ്. മനുഷ്യ ശരീരത്തിലൊന്നും അല്ല, 10,000 നാഡി നരമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സർക്യൂട്ട്സ്. ഇതിലേതാണ് കുഴപ്പമെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, കണ്ടുപിടിക്കാൻ. അതാണല്ലേ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് നിന്റെ അടുത്ത്. എന്താ ഇവിടെ പ്രശ്നം? എന്താണ് ഇതിൻ്റെ എന്താണ് പ്രശ്നം? ഇതിൻ്റെ ഒരു ബെൽറ്റ് പൊട്ടിയതേ ഉള്ളൂ. വേറെ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇതിനില്ല. ചേട്ടൻ അത് നാളെ എനിക്ക് ശരിയാക്കി തരാൻ പറ്റുമോ ഇല്ലയോ? ആ ബെൽറ്റ് ഇരുന്ന ഇരിപ്പിന് അങ്ങ് പെട്ടെന്ന് പൊട്ടൂല. ബെൽറ്റ് പൊട്ടണമെങ്കിൽ അതിൻ്റെ പുറകോട്ട് എന്താണെന്ന് കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും കംപ്ലൈൻറ്റ്. ഇതൊക്കെ ഓരോ പാർട്സ് ഒന്നിനോട് ഇതാ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തുടങ്ങിയാലേ ഇവിടെ പൊട്ടുള്ളൂ. അതിനൊക്കെ ഇവിടെ തരാൻ വയ്യെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകില്ല. ചേട്ടനെ കണക്കത്ത് ഇത്രയും നല്ല ഒരു വലിയ ടെക്നീഷ്യൻ ഈ നാട്ടിൽ ആരാധന ആയിരിക്കാന്ന് അറിയാത്തത്. എടാ, അതെനിക്കറിയാം. അത്
നിനക്കിത് എപ്പോ ഒന്ന് പറയട്ടെ ചേട്ടാ, എനിക്കിത് നാളെ ഒന്ന് റെഡിയാക്കി തന്നാ ഒരുപാട് പണി കിടക്കണത് ചേട്ടൻ വിചാരിച്ചാൽ നടക്കുന്നത്. ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. നാളെ ഇതൊന്നും എനിക്ക് ശരിയാക്കി തന്നെ. തിരക്ക് അതുകൊണ്ടാണ്. സാരല്ല, ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. നീ ഒരു കാര്യം ചെയ്യും, വിളിക്ക്, ഫോൺ ചെയ്തിട്ട് വരാം, വല്ല പെട്ടെന്ന് കയറി വരാം. ശരി ശരി, ഞാൻ നാളെ ഫോൺ ചെയ്തിട്ട് നാളെ വരാം. ഇത് ശരിയാക്കണം. പിന്നെ എൻ്റെതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട്, അതെനിക്ക്. നാളെ ഇത് ഞാൻ നാളെ വിളിക്കും, നാളെ വരും. വാ, ഓക്കെ പോ. ഓക്കെ, നാളെ കാണാം. വിളിച്ചിട്ട് വാ, വിളിച്ചിട്ട് പറഞ്ഞേ. പഴയ വാൽവർ അടിയനെ കൊള്ളാം, പൊളിക്കാനെങ്കിലും ഒരു സുഖമുണ്ട്. ഇതൊരുമാതിരി സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അച്ഛാ, എന്താ അച്ഛനോ ആരോ പറഞ്ഞ എന്റെ സൗണ്ട് സിസ്റ്റം തൊടാൻ? പിന്നെ ചീത്തായി കിടന്നാൽ പിന്നെ നന്നാക്കി വെക്കേണ്ടി അതിന് എന്നും പറഞ്ഞ അതിൽ കയറി ആരെങ്കിലും പണിയാൻ പറഞ്ഞോ? പിന്നെ പണിയാ വലിയ കഷ്ടം. വോളിയം കൺട്രോളിന് മാത്രം നേരത്തെ പ്രശ്നം ഉണ്ടായി, ഇപ്പൊ അത് മൊത്തത്തിൽ മിണ്ടാണ്ടാക്കി. കുറച്ച് കഴിയുമ്പോൾ മിണ്ടിക്കോളൂ. വലിയ ശാസ്ത്രജ്ഞ അത്ര. അച്ഛന് അറിയാവുന്ന വല്ല പണിയും നോക്കിയാ പോരെ. പോയി മുടി വെട്ടാ. നീ ഇല്ല, കത്തിക്ക്. കത്തിക്ക് വാ. കഷ്ടം തന്നെ ഇത്. നേരത്ത് പിള്ളേരെ ഭക്ഷണം വിളമ്പാൻ പോവാ, വേണമെങ്കിൽ വന്ന് കഴിക്കി. ബാലു സയന്റിസ്റ്റ്. എന്താണ് ഇത്? മുഖത്ത് കുറെ ചെളിയും വരച്ച് നടക്കുക. നടക്കില്ല, വന്ന് എന്നെ ഒന്ന് സഹായിക്കും. അതില്ല അമ്മ, ഇതെന്റെ പുതിയ ക്രീമാ, എനിക്ക് എന്റെ പ്രൊഫഷൻ നോക്കണ്ടേ? എന്തോ പ്രൊഫഷനാ? അപ്പൊ നീ പഠിക്കാൻ പോകുന്നില്ലേ? അല്ല, ശരിക്കും നീ പഠിക്കാൻ പോകുന്നുണ്ടാ? അമ്മ, ഒരു വലിയ മോഡൽ ആവുക എന്നത് എന്റെ വലിയൊരു ഡ്രീമാണ്. വലിയ മോഡൽ ആവുക എന്നുള്ള സംഭവം അങ്ങ് മാറ്റി വെച്ചേക്ക്. ഇതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ വലിയ മോഡലായി കഴിയുമ്പോൾ അമ്മയ്ക്ക് എല്ലാം മനസ്സിലാക്കും. എനിക്കെല്ലാം മനസ്സിലാവും. മര്യാദക്ക് പട്ടിണി അടക്കാതെ പലരും കഴിക്കാൻ നോക്ക്. പട്ടിണി ഇടുന്ന ഒരു കോലായി. അമ്മേ, നമ്മള് UK പോകുമ്പോ അവിടെ വലിയ വലിയ മോഡൽസ് ഉണ്ട്, അവരുടെ മുമ്പിലേക്ക് പിടിച്ചു നിൽക്കണ്ടേ? പിന്നെ നമ്മൾ UK പോകുമ്പോ വടിയും കൊണ്ടല്ലേ പോണത്, പിടിച്ചു നിൽക്കാൻ. ഞാൻ വല്ല ഐശ്വര്യയുടെ സുസ്മിതാമന്റെ മോളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അതായിരുന്നു നല്ലത്. അയ്യേ, എന്താണ് ഇതിന്റെ മുഖത്ത് ചെളി വരെ തെച്ചിക്കണ? ഒരുമാതിരി വരണ്ടേറിയ പാടം പോലെ. ഇത് മുൾട്ടാണി മട്ടിയാണ് അച്ഛാ. മിഠായി മിഠായല്ല, മുൾട്ടാണി മട്ടി. വിളിക്കാൻ വേണ്ടി തേക്കില്ലേ ഫേസ് പാക്ക്. ഇതാരാ പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണം. നിന്റെ അമ്മയായിരിക്കും, അവളെ പറഞ്ഞു തരുള്ളൂ നിന്റെ ഓരോ കാര്യങ്ങൾ. കഴിക്കണം, നിന്റെ അമ്മയെക്കാട്ട് പഠിക്കണേ. എന്ത് നാച്ചുറൽ ബ്യൂട്ടി എന്ന് അറിയാം അല്ലേ? താണ്ടെടുത്തേ മര്യാദ വേടാ. ഏത് സമയം ചാടി തുള്ളി കൊണ്ട് വാ. ഇടാ അച്ഛൻ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. എന്റെ സൗണ്ട് സിസ്റ്റം കേടാക്കിട്ട് തമാശ അറിയാം. നീ മറന്നിട്ട് വരാം. മറക്കുന്നു. ചേച്ചി, നീ ഡയറ്റിലല്ലേ? ഒരു ചപ്പാത്തിന് പാതിയല്ലേ നീ കഴിക്കൂ, ബാക്കിയുള്ള ചപ്പാത്തി എനിക്ക് തന്നെ അടി. നീ എടുത്തു പ്ലേറ്റ് എടുത്ത് കൊടുക്കടാ, എന്നെ സഹായിക്കേ. അതല്ലെന്ന് പോ, ഞാൻ എടുത്തോളാം. വിളമ്പി കഴിക്കട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ടേ. ഇവന്റെ ആ മുടി ഒന്ന് മുകളിലോട്ട് കയറ്റി പോയി. ഇതിൽ വീഴുന്നു, എല്ലാവർക്കും കൂടെ വയറിളക്കം വന്ന് ചാടും. അതൊന്ന് ഒതുക്കി വെച്ചൂടെ നിനക്ക്? ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും. ഞാൻ സഹിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? നാളെ IELTS റിസൾട്ട് വരിക, നന്നായി പ്രാർത്ഥിച്ചോ. UK പോകണ്ടേ? നമ്മൾ UK പോണു, പോയി. എടാ മക്കളെ, UK എങ്ങനെടാ ഈ എന്നെ പോലെ സയന്റിസ്റ്റിനൊക്കെ നല്ല സ്കോപ്പിലടാ? അവിടെ ഇലക്ട്രോണിക്സിന് നല്ല സ്കോപ്പ് ഉണ്ടെന്ന് കേട്ടെ, പക്ഷെ അച്ഛന് സ്കോപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവരെ കൊണ്ടുപോകണ്ട, നീ ഇവിടെ നില്ല, നീ ഇവിടെ നിന്ന് താളം ചൂട്ടി കളിക്കുള്ളൂ. ചെറുതെവിടെ ഏറ്റവും ഉള്ളത് എവിടെയാണ്? നിങ്ങൾ ഈ വീട്ടിലൊന്നും അല്ലേ താമസിക്കുന്നത്? എന്റെ ആങ്ങളെ നമ്മൾ 2 ദിവസം വീട്ടിൽ ഇരുത്താൻ വേണ്ടി കൊണ്ടുപോയത് മറന്നു പോയാ? ഞാൻ വർക്കിലായിരുന്നു. പിന്നെ അവിടെ ബിസിനസ് അല്ലേ, അന്താരാഷ്ട്ര ബിസിനസ് അല്ലേ നടക്കുന്നത്. കൊച്ചേ, ചപ്പാത്തി അവൾക്കും കൊടുക്ക്. ഞാൻ എടുത്തിട്ടുണ്ട്, ഇതേ കണ്ടോ? നിന്റെ ഫ്ലാറ്റിലുള്ളത് ആദ്യം എടുത്ത് കഴിക്കും, പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കാം. അവിടെ ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഗവേഷണത്തിനൊക്കെ ആയിട്ട് ഒരു പ്രത്യേക റൂം തരണം. നിങ്ങൾക്ക് ഒരു AC റൂം തന്നെ നമുക്ക് ഫ്രിഡ്ജ് കൊണ്ട് ഉണ്ടാക്കാം. ഇവിടെ റൂമിൽ ഇരുന്നിട്ട് എന്നെ കാണിച്ചു വിടണം. റിസൾട്ട് എന്നറിയും. നാളെ അറിയാലോ? നാളെ അറിയോ? പ്രാർത്ഥിക്കെല്ലാരും. കാർക്ക മേടിക്കണ്ടേ കുഞ്ഞ്? ഡോണ്ട് വറി മേ, നമുക്ക് കിട്ടും. പൊടിഞ്ഞ് വീഴും, അതിൽ കൂടെ വീഴും. ഡോണ്ട് പറയാമേ, പൊടിഞ്ഞ് വീഴും. അതാണ് കഴിക്കാൻ പറഞ്ഞത്. ആദ്യം നമുക്ക് അവിടെ പോയിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ തുടങ്ങി ആദ്യം അച്ഛനെ അതിനകത്ത് ഇടണം.
എങ്ങനെയെങ്കിലും ആദ്യം അച്ഛനെ തുലയ്ക്കണം. അതാണ് അവന്റെ ചിന്ത. ആദ്യം അച്ഛനകത്തിടും. നമ്മളെ കാട്ടി വിവരമുണ്ട് എനിക്ക് ചെറുതാണെങ്കിൽ അല്ലേ? അവൻ എന്റെ ബുദ്ധിയാ. ബോധോദയം വന്നു തുടങ്ങി. അതാണ് ഇങ്ങനെ ആയിപ്പോയത്. കഴിക്കും. അവന്റെ മുഖം കണ്ടിട്ട് ഞാൻ മാസങ്ങളായി. സത്യം. ഇനി മേലെ എന്റെ മുഖത്തിനോട് ചോദിച്ചു മുഖം കാണണം. കുളിക്കയില്ല നനയ്ക്കയില്ല. കുളിക്കൂല. ഞാൻ സഹിച്ചു. ഞാൻ എന്റെ അല്ലേ മുടി, ഞാൻ ഒറ്റക്കല്ലേ വളർത്തിയത്. നിന്റെ മുടിയാണെങ്കിൽ നീ എന്റെ അല്ലടാ. നിക്ക്, ആണോ? എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും അത് കെട്ടി വെക്കാൻ. കഴിക്കുന്നതിന്റെ പകുതി മുടിക്കാണ് പോണത്. ബാക്കിയൊക്കെയാണ് അവന്റെ ഇങ്ങനെ. അത് അസൂയായിരിക്കണല്ലേ. ഞാൻ പണ്ട് എങ്ങനെ ഇരുന്ന് നിനക്ക് അറിയാമോ? ഒരു കാര്യം അറിയാം നിനക്ക്. ഇങ്ങനെ നിന്റെ അമ്മേനെ കൈ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയത്. ഇങ്ങനെ ആഹാരം തന്നിങ്ങനെ അങ്ങനെ പറ. പുഷ്ടിപ്പിച്ചത്. അവന് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം കേട്ടോ. അവന് കൊക്കോപ്പുണ്ട് അസുഖം. എത്ര കഴിച്ചാൽ അവനിരിക്കും. അവൻ ആരാണോ തൊട്ട് കൊടുത്തത്? ഞാനാ. അതപ്പം അവ കൊണ്ടുകൊടുത്താല് നിന്റെ അമ്മ. നീ പറഞ്ഞോളെ UK പോകുമ്പോ നിന്റെ അമ്മയെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞോളല്ലേ. ഇവിടെ സഹിക്കാൻ വയ്യ. നീ അവിടെ കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞോളല്ലേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പബ്ബിൽ പോണം. എന്നിട്ട് DJ പാർട്ടി. DJ പാർട്ടി നിന്നെയൊന്നും കൊണ്ടുപോകത്തില്ല. ഞാൻ പോയി 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അത് ഞാൻ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. 3 മാസം കഴിഞ്ഞേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്റെ കഴിപ്പ് കഴിഞ്ഞിട്ടോ, ഞാൻ പോവാം. നിനക്ക് വേണം ചപ്പാത്തി? ഓ, അതിനോട് തന്നെ ചോദിക്കേണ്ട അത് ആവശ്യം. കഴിയകളാ കേട്ടാ. എന്തെന്നാ നിന്റെ മുൾട്ടാനി ബിരിയാണി ഉണങ്ങിയിട്ടില്ല. ഞാൻ അതാ പറഞ്ഞ അവനെ ഹോസ്പിറ്റലിൽ എന്തോ കൊക്കോപ്പുഴിന് അസുഖം. അമ്മയുടെ പറ്റുന്നില്ല ജനിച്ചേ. കൊക്കോപ്പോ വരാനേക്കാളും വലിയ സാധനം ഉണ്ടാവും. ഇമ്മാര് ചളിയും കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് എനിക്ക് പോയിട്ട് ഡാൻസ് എന്റെ ബുദ്ധിയാണ് കേട്ടാ. ഞാൻ പോവാണേ. നല്ല ഹ്യൂമർ സെൻസ് ആണ്. എന്നാ പോലെ കൊച്ചിനെന്തെങ്കിലും വേണം വിളമ്പി കൊടുത്തേക്ക്. അവൻ എടുത്ത് കഴിച്ചോ. പിന്നെ അവന് അറിയാറായ കാലം മുതൽ അവൻ തന്നെ തന്നെ വിളമ്പി കഴിക്കണം. മതി, എന്നിട്ട് വരും. കഴിച്ചിട്ട് പോയാൽ മതി കേട്ടാ. ഹലോ, എന്താണ് രാവിലെ എടുത്ത് വെച്ച് കുത്തി കളിച്ചോണ്ടിരിക്കണേ? നിർത്താറായില്ലേ ഈ കോപ്രായം ഇതുവരെ? കോപ്രായോ? ഇറങ്ങി പോടെ. ഗ്യാസ് ഫ്രിഡ്ജും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന സാധനം ഇവിടെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഗ്യാസിക്ക് വരെ ഫ്രിഡ്ജ്. അങ്ങനെയാണെങ്കിൽ ആ ഫ്രിഡ്ജ് കൊണ്ട് ഈ നടുമുറി തുറന്നു വെച്ചാൽ പോരെ? എന്നിട്ട് വാതിലൊക്കെ അടച്ചിക്കണം. എന്നിട്ട് അങ്ങ് ഫ്രിഡ്ജ് കൂട്ടി വെച്ച് കൊടുക്കണം. അപ്പം AC ആവും. അതിനിങ്ങനെ നടന്ന് പാടുപെടേണ്ട യാതൊരു കാര്യമില്ല. അല്ലേ നിനക്കൊന്നും തന്നെ ഒരു വിലയില്ലല്ലേ. ഞാൻ UK പോട്ട് അവിടെ അവന്മാർ എന്നെ വില വയ്ക്കും. എവിടെ? UK പോണെന്ന് ആര്? ഞാൻ ആരോടെ പോണെന്ന്? എന്റെ ഭാര്യയുടെ കൂടെ പോണം. എടാ ആദ്യം അവള് പോവും. 3 മാസം കഴിഞ്ഞ് ഞാൻ എന്റെ ഫാമിലി പോവും. തനിക്ക് വേറെ ജോലിയില്ലേ? ഞാൻ എവിടെ ആയിരുന്നു? UK ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? ഇപ്പൊ നീ ഇവിടെ ഇരിക്കുന്നു, നിന്റെ ഭാര്യ അവിടെ ഇരിക്കുന്നു. അതെന്താ അവൾ അവിടെ ഇരിക്കുമ്പോ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? നീ അവിടെ നേരെ ജോലിക്ക് പോകില്ല. അവസാനം നിന്നെ അവിടെ നിന്ന് അടിച്ചു ഒട്ടിച്ചതാണ് ഇവിടെ നാട്ടുകാർ പറയണത്. ജോലിക്ക് പോകില്ലെന്നാ? ഇതാര് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ജോലി ഉണ്ടായിരുന്നു. എനിക്കവിടെ എന്തോന്ന് ജോലിയായിരുന്നു നിനക്ക് അറിയാമോ? നീ അവിടെ ഏതോ മാളിൽ സൂപ്പർവൈസർ ആയിരുന്നില്ലേ? കോപ്പായിരുന്നു. എനിക്ക് അവിടെ ഒരു കിളവിയുടെ വീട്ടിലായിരുന്നു ജോലി. ഓ, കിളവിയുടെ വീട്ടിൽ കിളവിയെ നോക്കണം. ആ കിളവിയാണെങ്കിൽ ഉണ്ടല്ല നിക്കണം, നിപ്പിൽ 1ഉം 2ഉം ഒക്കെ നടത്തും. അപ്പിടും. അത് അപ്പ വാരം വേണം. ഇല്ലെങ്കിലേ കയ്യിൽ ഇത്ര സ്റ്റിക്ക് ഉണ്ട്, അത് വെച്ചൊരു ഒറ്റ കുത്തണം. നീ അപ്പി വാരിയ അവിടെ? പിന്നെ വാരണ്ടി എന്നാ വാരണ്ടേ? ഇടേ എനിക്കങ്ങനത്തെ അനുഭവം ഒന്നും വരൂല കേട്ടാ. എടാ ഞാൻ അവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ അല്ലേടാ. എന്റെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ജോലി എനിക്ക് അവിടെ കിട്ടൂലേ? തേങ്ങാ പോരാ, അവിടെ ലോഡിങ്ങിനെങ്കിലും ജോലി കിട്ടിയാൽ കൊള്ളാം. എടേ നീ വിചാരിക്കും പോലെ ഇംഗ്ലീഷുകാർക്ക് ഇപ്പോഴും നമ്മളടുത്ത് വലിയ ബഹുമാനമൊന്നും ഇല്ല. പഴയ കലിപ്പ് കിടക്കണ്. ആ എടാ, നീ സക്കറിയയുടെ സലാം അമേരിക്ക വായിച്ചിട്ടുണ്ടാ? ഉണ്ടാ? ഞാൻ വായിച്ച് കഥ കേട്ടിട്ടുണ്ട്. അതെ, അതിനകത്ത് ഈ വിദേശത്തുള്ള ഭർത്താക്കന്മാർ, ഭാര്യമാരുടെ കൂടെ പോയ ഭർത്താക്കന്മാരുടെ അവസ്ഥകൾ മുഴുവൻ വിവരിക്കുന്നുണ്ട്. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ ശമ്പളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഭാര്യമാരെ നമ്മുടെ ശമ്പളം ഇല്ല, ഒന്നുമില്ല, താന്നുകൊണ്ടിരിക്കും. അവസാനം പട്ടിക്ക് തുല്യം. ഇവിടെ അതല്ല അവസ്ഥ. അവക്കല്ലേ ശമ്പളം കൂടുതല്. ഇവിടെ ഞാൻ പട്ടി തന്നെ. അവിടെ ഡബിൾ പട്ടിയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എവളെ പോക്ക് മുടക്കണം. എവളെ ഏതോ ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുകയാണ്. IELTS എന്തോ ഈ ഇംഗ്ലീഷ്. എന്റെ പെമർന്നാർ എഴുതി അത് ജയിച്ചല്ലേ കയറി പോയത്. അത് എഴുതിയ അവള് അല്ലെ എഴുതി റിസൾട്ട് വേണ്ടി നോക്കിയിരിക്കുകയാണ്. അത് മുടക്കണം. അവൻ മുടക്കം എങ്ങനെ മുടക്കാൻ പറ്റും? ഒറ്റ മുടക്കുള്ള എഴുതി കഴിഞ്ഞില്ലേ, കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ? നിനക്ക് ഈ മറ്റേ പരിപാടി അറിയാലോ? നിന്റെ ഈ ഇടയ്ക്കിടയ്ക്ക് മറ്റേ എന്റെത് പറയല്ല, നീ ആർക്കൊക്കെ വേണ്ടി പണ്ട് ചെയ്യലടാ കൂടെ. അതാ പറഞ്ഞടാ.
നീ പറഞ്ഞ ഇന്നാളെ നിനക്കിപ്പോ ചെയ്യണമെങ്കിൽ അത് പറഞ്ഞാൽ ഇവിടെ നമ്മളെ പെടലി കൊണ്ട് വെച്ചേരല്ലേ വല്ലതും ചെയ്ത് രക്ഷപ്പെടണേ പെടളിയാ എങ്ങനെയും പോവാതാക്കാൻ നോക്കും. എടാ അതിന് പൈസ ചെലവാകും. ആ പൈസ ചെലവാകും. നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? നിനക്ക് അത് അയാള് ചുമ്മാ വേറെ അങ്ങനെ നമ്മൾ എപ്പോഴും വിളിച്ച് ചെയ്യിക്കാൻ പാടില്ല. ഞാൻ അത്യാവശ്യം ഘട്ടത്തിൽ പറയുമ്പോൾ നീ വലിയ മറ്റവനാവണം കേട്ടോ. ചെയ്തു തരാം. ഒരു 10,000-2,000 രൂപ തരാം അവിടെ. അടിയോ 3,000 രൂപ. ഞാൻ ഇപ്പൊ ഇത്ര തരം പറഞ്ഞാൽ 1,500 എനിക്ക് ഇങ്ങോട്ട് തരാനുള്ളത്. എനിക്ക് മനസ്സമാനത്തിനാണ് നീ ഇരിയട. എനിക്ക് അവളെ പോക്ക് മുടക്കണം. അല്ലെങ്കിൽ നീ എനിക്ക് നിന്നെ പോലെ അപ്പി വരാനൊന്നും പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് അവിടെ കിടന്നിട്ട് കണ്ട മാതാമേരെ എന്നെ കൊണ്ട് പറ്റൂല. അങ്ങോട്ടൊന്നും കയറണ്ട. അവള് പോകാതിരിക്കുന്നു അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ കാണും ഒരു കക്ഷിയുണ്ട്. ഞാനുള്ള ഏർപ്പാട് ചെയ്യാം. നീ എങ്ങനെയെങ്കിലും പോയി കണ്ട് സംഭവം ഒഴിപ്പിച്ച് വിട്. പിന്നെ ഞാൻ ഇവിടുന്ന് പൊക്കഴിയുമ്പം നീ കുത്തിയിരുന്ന് ചിന്തിക്കല്ലേ ഇവ എന്ത് ഇങ്ങനെ പറഞ്ഞത്. നിനക്ക് നീ പറഞ്ഞത് ഇവ എങ്ങനെ ചിന്തിക്കണേ എനിക്ക് കൂടോത്രം ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് പിന്നെ ഏതെങ്കിലും അവസരത്തിൽ ഞാൻ നിന്നോട് തുടക്കമൊന്നുമില്ല. നീ പറഞ്ഞു പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു പറഞ്ഞല്ല. നീ ചിന്തിച്ചിട്ട് നീ അവസാനം എങ്ങനെ എനിക്ക് തിരിച്ചിട്ട് വയ്ക്കും. നിനക്ക് പോണേൽ എനിക്ക് അസൂയുണ്ടോ? അമ്മനെ വയ്ക്കൂല. ദൈവത്തിന് എങ്ങനെയെങ്കിലും അളിയാ രക്ഷപ്പെട്ടോ. ഇവിടെ കിടന്ന കഞ്ഞിയെങ്കിലും കുടിച്ച് കിടക്കാം. കൂടെ നിൽക്കണം. ഇതാണ് എന്റെ മെയിൻ. ഇതെനിക്ക് മുടക്കാൻ പറ്റൂല. ഈ പുല്ലൊക്കെ കളഞ്ഞാൽ രക്ഷപ്പെടും. പോട്ടാ മറക്കല്ലേ. ഞാൻ വരാം. എന്നെ കൊണ്ട് അവിടെ അതാമേരെ അപ്പി വാരിക്കാന്ന് ഇവിടെ നോക്കണല്ലേ. ഇവിടെ കിടന്ന് വാരണമെന്ന് പോരാ. സ്വന്തം ഇനത്തിൽപ്പെട്ട ഭാര്യ. പിന്നെ ഇത് കണ്ട വിദേശികളൊക്കെ യവയൊക്കെ വാരിയിട്ടാണ് ഇവിടെ വന്നിരുന്ന് എൻ്റെ അടുത്ത് ചാടാണ് ചിത്രയുന്ന ആൾ. ഇപ്പൊ അവന്റെ വായി തന്നെ വീഴുന്നു. ഇത് കഴിഞ്ഞോട്ടാ ഞാൻ കാണിച്ചു തരത്തില്ല. ഞാൻ ഈ നാട് മൊത്തം അറിയിക്കുന്നത് വയ്ക്കോ. എന്താമേ IELTS പൊട്ടി. എന്തു പറ്റി? എന്തു പറ്റിടാ? എന്തു പറ്റി? IELTS പൊട്ടി. പൊട്ടിയോ? എന്തുമാത്രം പ്രതീക്ഷയായിരുന്നു. ഇത്ര നേർച്ചയാണ് നേർന്ന്. പൂജ എത്ര ചെയ്ത് ഇല്ലടാ എല്ലാം പോയി. ബാലു വിഷമായോ? പിന്നെ വിഷമല്ലായിരിക്കും. എനിക്കതല്ല. എനിക്ക് നിന്റെ വിഷമം കാണുമ്പോഴാണ് എനിക്ക് വിഷമം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലേ മാറിപ്പോയാൻ. ബാലു വിഷമിക്കണ്ട. ഞാൻ ഇനി എഴുതിയെടുക്കും. പിന്നെ എഴുതണ്ടേ? ഇനി എഴുതണം. ഇനി എഴുതിക്കൊണ്ടേ ഇരി അവിടെ. എഴുതിക്കൊണ്ടേ ഇരി അവിടെ. പൈസ തരാന്ന് പറഞ്ഞിട്ട് പോയതാണല്ലേ ബ്ലോക്ക് ആയി പോയി. വിളിച്ച് ഔട്ട് ഓഫ് കവറേജ് അറിയാൻ മൊബൈൽ ഫോൺ അതല്ലേ സത്യം. എന്താ ബാലു? നോണല്ല സത്യം. സത്യം എന്താ പോവേ. ബാലു എന്തേ കാട്ടണേ? യാത്ര മുടങ്ങാതിരിക്കാൻ വേണ്ടി പൂജ ചെയ്തില്ലേ? അത് ഇയാളെ കൊണ്ടാണ് ജയിച്ചത്. അതിന്റെ കാശ് വാങ്ങാൻ വേണ്ടി വന്നേന്. എന്ത് ചെയ്തിട്ടെന്താ? യാത്ര മുടങ്ങിയില്ലേ? യാത്ര മുടങ്ങാൻ വേണ്ടിട്ടും ചെയ്ത് പരീക്ഷയ്ക്ക് തോൽക്കാനും. നീ ചേട്ടാ ചെയ്തത്. വിഷമിക്കണ്ട. നമുക്ക് ഒരു പൂജ കൂടി ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പോകാം. ഞാൻ ചെയ്യും. ശക്തിയുള്ള ദേവിയാ. ഇറങ്ങി പോട്ടെ ഇവിടുന്ന്. അപ്പൊ ദക്ഷിണ തരില്ല. ഒരു കുന്തം തരില്ല. മക്കളെ ഇങ്ങനെ എന്താ ചെയ്യണ്ടേ? മക്കളെ ഇങ്ങനെ എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം പറയാനുണ്ട്.
നീ 2 വിസിലടിക്കുമ്പോൾ ബിരിയാണി റെഡി. ഞാൻ 2 വിസിൽ അടിച്ചാൽ മതി അച്ഛാ. അയാളുടെ മറ്റേ അതാരാണ്? ഉണ്ടെന്നാണ് തോന്നുന്നേട്ടാ. അയ്യോ കളി നോക്കൂ. എനിക്ക് എന്റെ ടി വി ഇപ്പൊ കിട്ടണം. ഡേ നീ അടുക്കളയിൽ പോട്ടാ, നീ പഠിക്കാൻ പോ, അങ്ങോട്ട് പോ. ബാക്കിയുള്ള പിള്ളേർക്ക് കൂടെ വല്ലതും വേണം. അടുക്കളയിൽ പോകണം യാ സമയം.